ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ പെരുന്നാളിൻ്റെ അടുത്ത ദിവസത്തെ വ്ളോഗാണ്. അന്ന് രാവിലെ ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈവ് കഴിഞ്ഞിട്ട് അന്നേരം മരുന്നും കഴിച്ചിട്ട് ഉറങ്ങാൻ കിടന്നതാണ്. പിന്നെ മണിയണ്ണ വന്നപ്പോൾ എണീറ്റ് ചോറൊക്കെ കഴിച്ച് വീണ്ടും കിടന്ന് പിന്നെ ദാണ്ട ചായ കുടിക്കാൻ സമയമായപ്പോഴാണ് എണീറ്റത്. അണ്ണൻ വന്നപ്പോൾ കൊഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൊഞ്ച് കണ്ടപ്പോൾ തന്നെ നിച്ചുകുട്ടന് കൊഞ്ച് ബിരിയാണി വേണം എന്ന് പറഞ്ഞു. പക്ഷേ അന്നേരം ചെയ്യാൻ ഒരു നിവർത്തിയില്ലായിരുന്നു. നല്ല വൃത്തിയായിട്ട് ഉറക്കം വരുമായിരുന്നു. ഞാൻ കൊഞ്ചിനെ അതേപോലെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് പിന്നെയും ഉറങ്ങി. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് എണീറ്റേ. ഇന്ന് കുറച്ച് വയ്യാത്ത ദിവസത്തെ വീഡിയോ ആയതുകൊണ്ട് എല്ലാം ഓൺ വോയിസിലാണ് കൂടുതൽ കൊടുത്തേക്കുന്നത്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ ഫ്രണ്ട്സ്. ഇത് ഫുള്ള് ഉറക്കമായിരുന്നേ. രാവിലത്തെ ലൈവ് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ തുടങ്ങിയതാണ്. പിന്നെ ഇപ്പോഴാണ് പൊങ്ങിയത്. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് മണിയണ്ണ ഉച്ചയ്ക്ക് വന്നപ്പോൾ കൊഞ്ച് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ എണീറ്റിട്ട് അതൊക്കെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ച്. അന്നേരം നിച്ചുകുട്ടന് ഇച്ചിരി ബിരിയാണി വേണമെന്ന് പറഞ്ഞു. 2 ദിവസം കൊണ്ടേ പറയുന്നു പെരുന്നാളിൻ്റെ അന്ന് ബിരിയാണി വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ പറ്റിയില്ല. അപ്പം ഇന്ന് ഞാൻ അതങ്ങ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. കൊഞ്ച് വേണ്ട. ഇപ്പം നമുക്ക് ബിരിയാണി റെഡിയാക്കാം. ആദ്യം ഞാനൊന്ന് കൊഞ്ചിനെ ക്ലീൻ ചെയ്തെടുത്തിട്ട് വരട്ടെ. നമ്മൾ എല്ലാ ദിവസവും ആവുന്ന ദിവസത്തെ വീഡിയോ ഒക്കെ അല്ലേ ചെയ്യുന്നത്, ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ ഉള്ള. ഇന്ന് വയ്യാത്ത ദിവസത്തെ വീഡിയോ കേട്ടോ. ഒട്ടും വയ്യ. അതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകൾ നമ്മുടെ വീഡിയോയ്ക്ക് കാണും. ഇന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. കൊഞ്ച് ക്ലീൻ ചെയ്തെടുത്തോണ്ട് വന്നേ. നമ്മൾ സാധാരണ മീനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മൊത്തം ഞാനങ്ങ് ഒരുമിച്ച് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്കിപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയത് മാത്രം എടുത്ത് ഞാൻ ക്ലീൻ ചെയ്ത് ബാക്കി അതേപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. മൊത്തമോടെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഇന്ന്. അപ്പം നമുക്കിനി ബിരിയാണിയുടെ പ്രിപ്പറേഷൻസ് തുടങ്ങാം. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിക്കാം. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാവേ. ആദ്യം നമ്മൾ ഈ കൊഞ്ചിനകത്തോട്ട് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, കൊഞ്ചായതുകൊണ്ട് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇച്ചിരി തോനെ ഇട്ട് കൊടുക്കും ഞാൻ കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാവേ. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കൊഞ്ച് പറക്കിയിടാം. നമ്മൾ ഭയങ്കരമായിട്ട് വൃത്തിയായിട്ട് ഫ്രൈയോ ആവിയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. ബിരിയാണിക്കല്ലേ, പിന്നെ അതിനകത്ത് കിടന്ന് ഒന്നുകൂടി വെന്തോളുവേ. കൊഞ്ചന്മാരെ പറക്കി അങ്ങോട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അത് അവിടെ നിന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പരിപാടിക്ക് നോക്കാം. നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് അരിഞ്ഞ് വയ്ക്കുന്ന സവാള, തക്കാളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ഇതൊക്കെ നമ്മുടെ വീട്ടിലെ സ്വന്തം പ്രോഡക്റ്റാണ്, അതും ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി. നമ്മൾ ഇത് പച്ചമുളക് ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് മതിയേ. മഞ്ഞപ്പൊടി എന്നിവ ചേർക്കാം. അതിലേക്ക് നമ്മുടെ ബേ ലീഫ്, ഗ്രാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. 1 നാരങ്ങയുടെ പകുതി നമുക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ പകുതി ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ചുകുട്ടന്മാരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചൂടുണ്ടേ, നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്ക് ഇത് ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചെടുക്കണം. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1 വിസിൽ കേൾക്കുന്നവരേക്കും നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. നമ്മുടെ കൊഞ്ചിപ്പോൾ 1 വിസിൽ വന്ന് റെഡി ആയിട്ടിരിക്കൊണ്ട് ഇനി നമുക്ക് വീണ്ടും സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന അരി അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഇത് ഞാൻ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം അങ്ങനെ തിളപ്പിച്ച് വെച്ചേക്കുന്നത്. അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം.
കൊഞ്ചിന് വേവ് കൂടുതലുണ്ടായതുകൊണ്ടാണ് നമ്മൾ ഒന്ന് വേവിച്ച് ചേർക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങ് ചേർക്കാമായിരുന്നേ. ചിക്കനൊക്കെ ഞാൻ ചിക്കൻ ബിരിയാണി മുന്നേ ഇട്ടിട്ടുണ്ട്, അതേപോലെയൊക്കെ ചേർക്കാമായിരുന്നു. പക്ഷേ ഇത് കൊഞ്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ആളല്ലേ, അതുകൊണ്ടാണ്. ഉപ്പ് നോക്കാം. ഉപ്പ് ലേശം കുറവുണ്ട്, നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇനി അടച്ച് വെച്ച് ഒരു 2 വിസിലൂടെ വരണം, അപ്പോൾ റെഡിയാവേ. ബിരിയാണി റെഡി ആകുമ്പോഴത്തേക്കും പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കുറച്ചായിട്ടുണ്ടായിരുന്നു, അതാണ് കഴുകി വെക്കുമായിരുന്നേ. അപ്പോഴേക്കും മണിയണം നട കടയിൽ നിന്ന് വന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം ഇപ്പം കവറില്ലാത്തതുകൊണ്ടെല്ലാം പറക്കി എടുത്തുകൊണ്ട് പെരക്കകത്തോട്ട് കയറി വന്നതാണേ. ഇന്ന് ഷോപ്പിൻ്റെ അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു, അതിൻ്റെ വകയായിട്ട് ഞങ്ങൾക്ക് രണ്ടിനും ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്നേ മണിയണ്ണൻ. ഞങ്ങൾ രണ്ടും പോയില്ലല്ലോ, എനിക്ക് വയ്യാത്തതുകൊണ്ട് നിച്ചുകൂട്ടനും പോകാൻ പറ്റിയില്ല. മണിയണ്ണന് ചായ എടുത്തുകൊണ്ട് കൊടുത്തിട്ട് പിന്നെ അവിടെ ഇരുന്ന് ഐസ്ക്രീം അങ്ങ് കഴിച്ചേ. അതിപ്പം നമ്മളല്ലാത്തപ്പോഴായാലും ഷോപ്പിൽ നിന്ന് വന്നാൽ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കും. ആ പതിവ് തെറ്റിക്കാതെ കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് അണ്ണം കിടന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാലൻസ് ജോലികളെല്ലാം തീർത്തത്. അണ്ണ 9:30 ആകുമ്പം കിടക്കും. ഇപ്പം വെളുപ്പിനെ പോകേണ്ടതുകൊണ്ട് അണ്ണ 9:30 ആകുമ്പം കിടക്കും. ഞാൻ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. എനിക്ക് പിന്നെ നാളത്തേക്കുള്ള ഫുഡിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ കറക്റ്റ് സമയത്ത് കടയിലേക്ക് എത്താൻ കഴിയത്തുള്ളല്ലോ. ഫുഡ് വിളമ്പാനായിട്ട് അടുക്കളയിലോട്ട് വന്നപ്പോഴാണ് നാളത്തേക്കുള്ള അരി ആട്ടിയിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. പിന്നെ അതുകൂടി അങ്ങ് ആട്ടി വെച്ചിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് പോയത്. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ അത്താഴം. നല്ല സൂപ്പർ കൊഞ്ച് ബിരിയാണി കൂടെ സാലഡും ഉണ്ടായിരുന്നേ. ഈസി മെത്തേഡ് ഉണ്ടാക്കിയെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നല്ല നാളത്തേക്കുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്കാനായിട്ടിരുന്നതാണേ. രാവിലെ ഇഡ്ഡലിക്ക് സാമ്പാറായിരുന്നേ, അതിൻ്റെ കഷ്ണങ്ങളൊക്കെ അങ്ങ് അരിഞ്ഞ് വെച്ചിട്ട് കിടന്നാൽ രാവിലെ എണീക്കുമ്പം ജോലികൾ എളുപ്പമാവുമല്ലോ. അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു. കിച്ചണൊക്കെ വൃത്തിയാക്കി പാത്രമെല്ലാം കഴുകി സ്ലാബിൻ്റെ പുറമെല്ലാം നല്ല വൃത്തിയാക്കി. അങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞ് ഞാൻ കിടക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും 10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് കൂടിയേക്കണേ. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുതേ. പുതിയ വീഡിയോയുമായിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ ഫ്രം രാധികാമണിയൻ.